ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാമോ എന്ന്. അപ്പം ഞാനിന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു സ്റ്റെപ്പാണ് കേട്ടോ, ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് ഇത്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ രീതികൾ ഉപയോഗിച്ചിട്ടും ആപ്ലിക് വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഒരു വൈറ്റ് ക്ലോത്തിലാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഏത് കളർ തുണി വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആ വൈറ്റ് ക്ലോത്തിനെ ഒരു ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നന്നായി ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കളർ തുണിയിൽ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഇത് കണ്ടില്ലേ, ഞാൻ ഔട്ട്ലൈന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നതൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഈ ഓരോ ഇതുണ്ടല്ലോ തുണി, അതിനെ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ അറ്റത്തു കൂടെയും ഈ ഗ്ലൂ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. കാരണം ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മളിത് കൈകൊണ്ട് തുന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ ഉപയോഗിക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുവിൽ സെൻറ്റർ ഭാഗത്ത് ഒരു കുത്തി എടുത്തിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് അവിടെ നിർത്താം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി ഒരു നീറ്റ്നെസ്സിന് വേണ്ടി മാത്രം ഞാനിതുപോലെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ പാർട്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ നീറ്റ്നെസ്സോട് കൂടി വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പശയൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കാണാനൊന്നും വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പശ കാണുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. കണ്ടോ, ഉണങ്ങിയ ഭാഗത്തൊന്നും ഇത് പശ കാണാനും ഇല്ല കേട്ടോ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പശ കാണില്ല. ആ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒരു ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതായത് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ത്രെഡാണ് കേട്ടോ ഇത്. ആങ്കർ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയാണ്. ഈ ത്രെഡിൻ്റെ കളറൊന്നും പോകത്തില്ല. പിന്നെ ഇവിടെ ഒരു നമ്പറുണ്ട്. ഈ നമ്പർ നമ്മൾ വീണ്ടും കടയിൽ കൊടുത്തു പറഞ്ഞാൽ നമുക്ക് അതേപോലത്തെ കളറൊന്നും വ്യത്യാസം വരാതെ ഇതേ കളറ് ത്രെഡ് നമുക്ക് കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ത്രെഡ് കൊള്ളുന്ന ഒരു സൂചി എടുത്തിട്ടുണ്ട്. ഈ ത്രെഡിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 6 ഇഴ നൂലായിരിക്കും ഉള്ളത്. ഞാൻ അതിൽ നിന്ന് 3 ഇഴ നൂലാണ് ഞാനിപ്പോൾ ഇതിവിടെ തുന്നാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുന്നിയെടുക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഇതുപോലെ സൂചി മുകളിലോട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നൂലിനൊന്ന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ മോൾ ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് തൊട്ട് അരികത്തായിട്ട് കുത്തിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ ആ തൊട്ട് അരികത്ത് തന്നെ ആയിട്ട് കുത്തിയെടുക്കുക. അപ്പോൾ നൂല് സൂചിയുടെ അടിയിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു നോട്ട് കിട്ടും. കണ്ടില്ലേ ഇങ്ങനെ. ഇതിനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഒരേ ഗ്യാപ്പിലായിരിക്കണം കേട്ടോ. അതുപോലെ മുകളിൽ നിന്ന് കുത്തിയെടുക്കുന്നത് ലെങ്ത്തും ഒരേ അളവായിരിക്കണം. അല്ലാതെ കയറിയിട്ടും കുറച്ച് നീളത്തിലും അതേപോലെ ചെറുതായിട്ടൊക്കെ എടുത്ത് പറഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുമ്പോഴും എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യം എപ്പോഴും ഒരുപോലെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ കിട്ടും. അടിഭാഗത്ത് ഒരു വര പോലെയും കിട്ടും. മുകളിൽ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് ഓരോ റണ്ണിങ് സ്റ്റിച്ച് പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. കണ്ടില്ലേ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ഈ ബട്ടർഫ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇനി അടുത്ത സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബട്ടർഫ്ലൈ കാണാൻ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം അറിയോ, നമ്മൾ എവിടെ നിന്നാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ കുത്തിയിറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ജോയിൻ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ആ ഭാഗമൊന്നും നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും. പിന്നെ ഞാൻ ഇവിടെ ഇതുപോലെ ഒരു OHP പെൻ ഉപയോഗിച്ചിട്ട് ഒരു കൊമ്പൊക്കെ വരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അടിഭാഗത്തും ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ആപ്ലിക് വർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.